പേര് ജോസഫ് ബി ഫെർണാണ്ടസ് എന്നാണ്. ജോയി മ്യൂസിക് എന്നുള്ള കടയുടെ പേരിട്ടുന്നുണ്ട്. ജോയി എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. ഞാൻ 50 വർഷമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. അതിൽ സാധാരണ സംഗീത ഉപകരണങ്ങൾ വിൽക്കുന്ന ഒരു കടയായിട്ടാണ് ഞാൻ ആദ്യം തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് വെച്ചൊരു അമേരിക്കയിൽ നിന്നൊരു സായിപ്പ്, പീറ്റർ എന്നൊരു സായിപ്പ് വന്നു കേരളത്തിൻ്റെ 35 പരം പരമ്പരാഗത ഉപകരണങ്ങൾ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ എനിക്ക് പരമ്പരാഗത ഉപകരണങ്ങളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് വേണ്ടി ഞാനിത് കണ്ടുപിടിക്കാൻ വേണ്ടി കേരളം ഒട്ടാകെ നടന്നു. അദ്ദേഹത്തിൻ്റെ 35 ഇൻസ്ട്രുമെൻറ്റും കിട്ടി. കേരളത്തിൽ 300 പരം ഇൻസ്ട്രുമെൻറ്റുള്ള ഒരു സംസ്ഥാനമാണെന്ന് മനസ്സിലാക്കാനും സാധിച്ചു. പുതിയ സംഗീത ഉപകരണം ഇറങ്ങിയതിന് ശേഷം ഇതെല്ലാം കാലഹരണപ്പെട്ടു പോയി. അപ്പോൾ അതിനെ വീണ്ടെടുക്കുക എന്നുള്ള ഒരു ദൗത്യം എന്നിലൊരു ഇതായി. അങ്ങനെ ഒരു വാശി പിടിച്ച് ഞാൻ ഈ സംഗീത ഉപകരണങ്ങളെല്ലാം തേടി വാമൊഴിയിൽ നിന്ന് ആൾക്കാരുടെ എല്ലാം നിർമ്മിച്ചെടുത്തു. മനുഷ്യൻ്റെ ഉൽപ്പത്തി തൊട്ട് ഇങ്ങോട്ടുള്ള ഏത് ഉപകരണങ്ങളും ചെയ്യാൻ എനിക്കറിയാം. അപ്പോൾ അത് ഉണ്ടാക്കി പല പല മ്യൂസിയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പാലക്കാട് എനിക്ക് 2 മ്യൂസിയം ഉണ്ട്. അടുത്ത ഒരു മ്യൂസിയത്തിൻ്റെ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മ്യൂസിയത്തിലോട്ട് പോകും. അപ്പോൾ ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ വേറെ ആരും ഇന്ന് ഈ ലോകത്ത് ചെയ്യത്തില്ല. ഇതെല്ലാം നശിച്ചു. ആൾക്കാർക്ക് എന്താണ്, ഏത് പാട്ടിന് ഏത് ഉപകരണമാണ് ഉപയോഗിക്കേണ്ടതെന്ന് ആർക്കും അറിവില്ലാത്തൊരു സ്ഥിതി ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു ബുക്കും ഞാൻ എഴുതിയിട്ടുണ്ട്. വാദ്യകലാ വിജ്ഞാനി എന്നാണ് അറിയുന്നത്. കുറേ കാലം ഞാൻ ഇങ്ങനെ കേരളം മൊത്തം ഈ പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുകയാണ്. 2000 പേർ ഇൻസ്ട്രുമെൻറ്റും കൊണ്ട് എല്ലാ ജില്ലകളിലും ബോധവൽക്കരണ പ്രദർശനമാണ്. ഇപ്പോൾ അത് നിർത്തിവെച്ച് എല്ലാം മ്യൂസിയത്തിലോട്ട് ആക്കി സർക്കാരിൻ്റെ കയ്യിലിരിക്കുകയാണ്. എല്ലാം ഈ ലോകത്ത് തന്നെ അപൂർവമായിട്ട് ഇരിക്കുന്ന ചില ഇൻസ്ട്രുമെൻറ്റുകളും ഇതെല്ലാം ഞാൻ തേടി എവിടെ ഇരുന്നാലോ തേടി കണ്ടുപിടിച്ച് പറയണ പൈസ കൊടുത്ത് കളക്ട് ചെയ്യണ ഒരു സ്വഭാവമായിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ലോകത്ത് ഇറങ്ങിയ ആദ്യത്തെ പിയാനോ, അതായത് ഡിസൈൻ പിയാനോ ലോകത്ത് ഒരു കമ്പനിക്കാരൻ മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. അത് 5 എണ്ണമേ നിർമ്മിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പീസ് എനിക്കിവിടെ കിട്ടി. അവർ അതിൻ്റെ നെറ്റിൽ അത് പറയുന്നുണ്ട്. യൂറോപ്യൻ കൺട്രീസിൽ 3 എണ്ണം, അമേരിക്കയിൽ 2 എണ്ണം, ബാക്കി ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെനിക്കിത് മദ്രാസിൽ നിന്നാണ് ഈ സംഭവം കിട്ടിയത്. അത് 200 വർഷം പഴക്കമുള്ള ഒരു സാധനം. ഇപ്പോൾ ഏത് ഇൻസ്ട്രുമെൻറ്റ് വേണമെങ്കിലും ഇവിടെ വാടകയ്ക്ക് കിട്ടും. അപ്പോൾ അതായത് തനിമയുള്ള ഇൻസ്ട്രുമെൻറ്റ് ഞാൻ ഇവിടുന്ന് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ആ പാട്ടിൻ്റെ ആ ഒറിജിനാലിറ്റി ഇപ്പോൾ നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ സാരംഗി എന്ന് പറയുന്ന എൻ്റെ ഫാമിലി മൊത്തം എനിക്കിപ്പോൾ കിട്ടി. പല കാലഘട്ടത്തിൽ ഇറങ്ങിയത്. അത് ആദ്യത്തെ സാരംഗി തൊട്ട് ഇപ്പോൾ പുതിയ സാരംഗി വരെയുള്ള കളക്ഷൻ എനിക്ക് കിട്ടി. അങ്ങനെ പഴയ സാധനങ്ങൾ ഞാൻ ഇങ്ങനെ തേടി ഇപ്പോഴും നടക്കുകയാണ്. കിട്ടിയാൽ ഞാനത് പറയുന്ന പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു.